നമസ്കാരം. ഈ പ്രപഞ്ചത്തിന്റെ തീരുമാനങ്ങൾ ആരാണ് നടപ്പാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രപഞ്ചം രൂപം കൊണ്ട സമയം മുതൽ ഈ പ്രപഞ്ചശക്തിക്ക് വേണ്ടി ജീവജാലങ്ങളെ നയിക്കാൻ അവർക്കിടയിൽ തന്നെ പ്രപഞ്ചത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവർ പരിണാമത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലും വഴികാട്ടിയായി നിലകൊണ്ടു. പുരാതന മനുഷ്യനെ മുതൽ ആധുനിക മനുഷ്യനെ വരെ കൈപിടിച്ചു നടത്താൻ അവർ സകല ജീവലോകങ്ങളിലും ജന്മമെടുക്കുകയും അവരിലൊരാളായി ജീവിക്കുകയും ചെയ്തു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലായും പുതിയ സാമ്രാജ്യങ്ങൾ സൃഷ്ടിച്ചും സംസ്കാരങ്ങൾ സൃഷ്ടിച്ചും ജീവാത്മാക്കളെ പ്രപഞ്ചശക്തിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ അവർ വഴികാട്ടികളായി. മനുഷ്യരാശി ഇന്നേ വരെ കൈവരിച്ച നേട്ടങ്ങളിലെല്ലാം അവരുടെ കയ്യൊപ്പ് കാണാൻ സാധിക്കും. മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള നിയമങ്ങളും മാർഗങ്ങളും സൃഷ്ടിച്ചു കൊടുത്തു. ആ നിയമങ്ങൾ ഇന്നും സനാതനമായി നിൽക്കുന്നു. മനുഷ്യൻ എന്ന് ഈ സനാതന നിയമങ്ങൾ മറക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ അവർ വീണ്ടും ജന്മമെടുക്കുകയും ഈ നിയമങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് ഈ വ്യാഖ്യാനങ്ങൾ ഓരോ മതങ്ങളായി രൂപം പ്രാപിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ ഈ പ്രതിനിധികൾ മാസ്റ്റർ സോളുകളാണ്. ഇവർ ആണ് പ്രപഞ്ചത്തിന്റെ തീരുമാന പ്രകാരം ലോകത്തെ സകല പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇവരെ സിദ്ധർമാർ എന്നും അറിയപ്പെട്ടിരുന്നു. മാസ്റ്റർ സോളുകൾ സിദ്ധലോകത്ത് തന്നെ നിലനിന്നുകൊണ്ട് അവരുടെ അംശങ്ങൾ ഭൂമിയിലടക്കം ഓരോ ജീവലോകങ്ങളിലും ജന്മമെടുക്കും. മനുഷ്യരായി ജന്മമെടുക്കുന്ന അവർ തികച്ചും സാധാരണ ജീവിതം നയിക്കുകയും എന്നാൽ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് മാസ്റ്റർ സോളുകളോ അവരുടെ പ്രതിനിധികളോ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അവർ അറിഞ്ഞോ അറിയാതെയോ ആ ജന്മോദ്ദേശം പൂർത്തിയാക്കി മടങ്ങുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഭൂരിഭാഗം പുണ്യാത്മാക്കളും ഇങ്ങനെ ജന്മം എടുത്തിട്ടുള്ളവരാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.